ഈ ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ മുനമ്പം വിഷയത്തിൽ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം ട്രിബ്യൂണലിന് മുന്നിൽ നിൽക്കുകയാണ്. അവിടെ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുനമ്പം ജനത നടത്തിവരുന്ന നിരാഹാര സമരം 172 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. വഖഫ് ബിൽ പാസ്സായാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് സമരസമിതി കരുതുന്നത്. വഖഫ് ബിൽ പാസ്സാകുമെന്നാണ് പ്രതീക്ഷയെന്നും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും മുനമ്പം സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അലി അക്ബർ ഷായുടെ റിപ്പോർട്ട്. മുനമ്പം അതിജീവന സമരം 172 ദിവസത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സമരപ്പന്തലിലാണ് കഴിഞ്ഞ 172 ദിവസമായി മുനമ്പം ജനത നിരാഹാര സമരമിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കുക എന്നതാണ് ഈ മുനമ്പം അതിജീവന സമരത്തിൽ ഇവരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. ഭൂസംരക്ഷണ സമിതിയാണ് ഈ സമരം നയിക്കുന്നത്. എന്തായാലും 172 ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വഖഫ് ബിൽ പാസ്സാവുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ മുനമ്പം സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ സമരസമിതി കൺവീനർ ബെന്നി ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പം ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ അത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങൾക്ക് അനുകൂലമാകുമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ? അതെ, ബില്ല് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമമായാൽ മുനമ്പം തീരത്തെ പ്രശ്നം തീരുകയാണ്. അതായത് ഈ സൊസൈറ്റി ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികൾക്ക് പൂർണ്ണ അധികാരം കൊടുക്കുകയാണ്. അത് പാർലമെൻറ്റിൽ ആദ്യം വന്ന ബില്ലിൽ അതുണ്ടായിരുന്നില്ല. പക്ഷേ മുനമ്പത്തെ വിഷയവും കൂടി പരിഗണിച്ച് രണ്ടാമത്തെ സെക്ഷനിൽ ഇപ്പോൾ ഈ ബില്ലിൽ ഇതുണ്ട്. അത് 960 പേജ് ഉണ്ട് അതിൻ്റെ ആ ബില്ലിലെ. അതിൽ 150 മുതൽ 140 മുതൽ 150 വരെയുള്ള പേജുകളിൽ ഞങ്ങൾ ഈ പ്രശ്നം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിയമമായാൽ ഗവൺമെൻറ്, അതായത് കേരള ഗവൺമെൻറ് നിയമം നടപ്പിലാക്കേണ്ടതാണ് മന്ത്രിസഭ. അപ്പോൾ ആ മന്ത്രിസഭ നടപ്പിലാക്കി ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം. കഴിഞ്ഞ 172 ദിവസമായി ഈ കാണുന്ന സമരപ്പന്തലിൽ നിങ്ങളുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബില്ല് പാസ്സാവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഏത് രീതിയിലായിരിക്കും ഈ സമരത്തിൻ്റെ ഭാവി? അല്ല, സമരത്തിൻ്റെ ഭാവി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്ന സമയം വരെയും ഞങ്ങൾ സമരപാതയിൽ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ സമരം ഈ കൊച്ചു കേരളത്തിൽ ഒതുങ്ങി നിൽക്കുമായിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ തീരപ്രദേശത്ത് ഒതുങ്ങി നിൽക്കാമായിരുന്നത് അത് ഇവിടുത്തെ 28 MP-മാർ, അതായത് മലയാളികളായിട്ടുള്ള 28 MP-മാർ പ്രതിപക്ഷത്തുണ്ട്. അപ്പോൾ മലയാളികളായി ഞങ്ങളുടെ കണ്ണുനീര് ഒപ്പേണ്ടത് ഈ MP-മാരാണ്. പക്ഷെ ഞങ്ങളുടെ ഈ നാടിൻ്റെ ഈ പ്രശ്നം ഒരു വാക്കുകൊണ്ട് പോലും പാർലമെൻറ്റിൽ അവർ ഉന്നയിച്ചില്ല. എന്തായാലും കഴിഞ്ഞ 172 ദിവസമായി ഈ സമരപ്പന്തലിരിക്കുന്ന ഈ സമര ജനത ഇവർ പ്രതീക്ഷിക്കുന്നത് വഖഫ് ബിൽ പാസ്സാകും, അത് ഇവരുടെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരമാകും എന്നത് തന്നെയാണ്. എന്തായാലും വഖഫ് ബിൽ പാസ്സായാലും ഇവരുടെ ആവശ്യം, ഇവരുടെ ഭൂമിയിലെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നുമാണ് ഇപ്പോൾ സമരസമിതി കൺവീനറും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.